ലോകത്തെ മാറ്റിമറിക്കാൻ നിങ്ങളുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ തലവര മാറ്റിക്കൊണ്ടിരിക്കുന്ന, അവരെ മികച്ച രീതിയിൽ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് എജുപോർട്ട്. എജുപോർട്ടിൻ്റെ സ്ഥാപകനും ഡയറക്ടറുമായ അജാസ് മുഹമ്മദാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം. താങ്ക് യു. 4 വർഷത്തോളം കഴിഞ്ഞപ്പോൾ എജുപോർട്ട് സ്ഥാപിതമായിട്ട് താങ്കളുടെ ഒരു അധ്യാപക ജീവിതത്തിന് ഏകദേശം അത്രത്തോളം പഴക്കമുണ്ടായി. സംരംഭകൻ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടി മുന്നേ തുടങ്ങി. പക്ഷേ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഏറ്റവും ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള 2 ജോലി, ഒന്ന് സംരംഭകൻ എന്നുള്ളത്, അപ്പുറത്ത് അധ്യാപകൻ എന്നുള്ളത്. എങ്ങനെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ സമയം? എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമാണ്. അതേ സ്ഥാനത്ത് തന്നെ ഇത് ഭയങ്കര ഹെക്ടിക്കുമാണ്. നല്ലതായിട്ടുള്ള ബേൺ ഔട്ട് ഉണ്ടാവും ഒരേ സ്ഥാനത്ത്. ഒരു കമ്പനി റൺ ചെയ്യുക എന്ന് പറയുന്നതും അതേപോലെ തന്നെ ക്ലാസ് എടുക്കുക. പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പ്രിപ്പറേഷൻ വേണം. അതായത് ഇപ്പം നമ്മളിങ്ങനെ സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ക്ലാസ്സിന് എനിക്കൊരു 3 മണിക്കൂർ സമയമെങ്കിലും വേണം. അതിൽ തന്നെ ഓരോ സ്ലൈഡിൽ ഈ സ്ലൈഡിൽ ഇന്ന കോമഡി പറയണം എന്നടക്കം ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകും. അപ്പം ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഒരു വർഷം മുമ്പ് വരെ എജുപോർട്ടിൻ്റെ സിഇഒയും ഞാൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ അതിൻ്റെ സിഇഒ റോളിലേക്ക് എൻ്റെ സുഹൃത്തും കൂടെ ആയിട്ടുള്ള അക്ഷയ് എന്നുള്ള ഒരാളാണ്. അപ്പോൾ ഒരു പരിധിവരെ ഈ ഒരു കമ്പനി റൺ ചെയ്യുന്നതിൻ്റെ പാർട്ട് അക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു വിഷൻ സെറ്റ് ചെയ്യുന്നതിൽ എനിക്കും ഇപ്പോഴും റോളുണ്ട്. ഒരു 60 to 70% അക്ഷയ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണത്. ഓക്കെ, വിദ്യാർത്ഥികളാണല്ലോ എജുപോർട്ടിൻ്റെ നട്ടില്ലെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ തുടങ്ങുകയാണെങ്കിൽ അജാസിൻ്റെ ഒരു വിദ്യാഭ്യാസ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? NIT പ്രൊഡക്റ്റ് ആണെന്ന് എനിക്കറിയാം. ബാക്കി എങ്ങനെയായിരുന്നു? എൻ്റെ വിദ്യാഭ്യാസ ജീവിതം സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ് വരെ, അതായത് അന്നൊക്കെ ഈ തോൽപ്പിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം 9ാം ക്ലാസ്സിൽ നിന്ന് കുറച്ച് കുട്ടികളെ 10ാം ക്ലാസ് എത്തുമ്പോൾ തോൽപ്പിക്കാറുണ്ട്. കാരണം ഇവർ 10 പാസ്സാവില്ല എന്നുള്ളത്. അപ്പം ആ ഒരു കൂട്ടത്തിൽ പെട്ടതായിരുന്നു ഞാനൊക്കെ. അപ്പോൾ പിന്നെ ഇനി ഒരു വർഷം കൂടെ ഇവനിവിടെ സഹിക്കേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ 10ാം ക്ലാസ് ആയിട്ട് തോക്കുകയാണെങ്കിൽ തോറ്റട്ടെ, ഇവിടുന്ന് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് എന്നെ 10ലേക്ക് മാറ്റുന്നത്. അപ്പോൾ 10th വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. പക്ഷേ 10th മാർക്കൊക്കെ ഈ പബ്ലിക് എക്സാം റിസൾട്ടൊക്കെ കിട്ടി, പാരൻസ് ഒന്നും അത്ര ഹാപ്പി അല്ലാതൊക്കെ ആയപ്പോൾ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തുടങ്ങിയതാണ്. ഓക്കെ, അതിനുശേഷം +1 +2 ശരിക്കും ഞാൻ മരിച്ച് പഠിച്ചിട്ടുണ്ട് തന്നെ പറയാം. രാവും പകലും ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സയൻസ് ബാച്ച് ആയിരുന്നു. അതായത് അപ്പം എനിക്ക് ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ മിനിമം ആവണം എന്നുള്ള രീതിയിലായിരുന്നു. +1 ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എഞ്ചിനീയറിംഗ് ആണ് എൻ്റെ ഫീൽഡ്, ബയോളജിനേക്കാളും എനിക്ക് താല്പര്യം മാത്സ് ആണെന്നുള്ളത്. അപ്പം അന്ന് മുതൽ ഞാനൊരു NIT or IIT എയിം ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. IIT അത്രത്തോളം IIT ആ സമയത്തൊന്നും നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഒരു ഡ്രീം ചെയ്ത് കിട്ടാവുന്ന സംഭവം ആയിരുന്നില്ല. NIT എങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ 2 വർഷം ശരിക്കും പറഞ്ഞാൽ തലകുത്തി ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ +2ൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ചാൻസിലാണ് ഞാൻ NITയിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അഡ്മിഷൻ കിട്ടുന്നത്. ആ സമയത്ത് എന്തെങ്കിലും കോച്ചിങ് ഒക്കെ ചെയ്തിരുന്നോ? അല്ലെങ്കിൽ ഞാൻ +1 മുതലേ കോച്ചിങ്ങിന് പോകാൻ വിചാരിച്ചു. അപ്പോൾ +1 കുറച്ച് സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. +2 ഞാൻ വീണ്ടും കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. BTechന് അഡ്മിഷൻ കിട്ടുന്നു, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു NITയിലെ ഒരു മൊത്തം പഠനം സമയം? NITയിൽ വീണ്ടും ഞാൻ പഴയ പോലെ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് പഠനത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ ഒരു കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരു വളരെ ഹൈ മാർക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല എഫേർട്ട് വേണം, അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് മാർക്കിലേക്ക് എത്താൻ വലിയൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ജസ്റ്റ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അതിനേക്കാളുപരി NIT എനിക്ക് തന്നെ അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു വല്ലാത്ത അനുഭവം എന്നൊക്കെ പറയുന്ന സംഭവമാണ്. കാരണം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ബ്രെയിൻസാണ് കൂടെ പഠിക്കുന്ന എല്ലാ ആൾക്കാരും. അത് നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനേക്കാൾ 10 ഇരട്ടി ഭംഗിയുള്ള വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും സ്വാധീനിച്ച 4 വർഷമാണ് ആ കോളേജ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഞങ്ങൾ അവിടെ 4 വർഷം ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൊരിതാണ്. നമ്മളിപ്പോൾ എജുപോർട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 3 ആൾക്കാരും കൂടെ ചേർന്നിട്ടാണ് അന്ന് ഞങ്ങൾ കണ്ട സ്വപ്നമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പഠനത്തെക്കാളുപരി ആ ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലൈഫ് സെറ്റായി എന്നുള്ളൊരു ഫീൽ അവിടെ ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയാണ്. എന്ത് വന്നാലും 4 വർഷം കഴിയുമ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എവിടെ പറയുമ്പോൾ NITയിലാണ് എല്ലാ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത്. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ശരിക്കും എജുപോർട്ടിനെ കൊണ്ടുപോകുന്നത്. അതെ, കറക്റ്റ്. അതാണ് ഞങ്ങൾ എൻ്റെ ബാച്ചിലുള്ള ബാക്കി 3 ആൾക്കാരാണ് എജുപോർട്ടിൻ്റെ co-founders-ആയിട്ട് വരുന്നത് എല്ലാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം പറഞ്ഞ പോലെ തന്നെ നേരെ ജോലിയിലേക്ക് വരുന്നു. അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഫസ്റ്റ് കിട്ടിയ ജോലി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലായിരുന്നു. ഞാൻ 1 വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്തു. പക്ഷെ എനിക്കെന്തോ ബാംഗ്ലൂരിലത്തെ ആ ഒരു ലൈഫ് സ്റ്റൈല് എൻ്റെ ഒരു രീതിയിലുള്ളതായിരുന്നില്ല. അതൊരു കൈൻഡ് ഓഫ് ഒരു ഭോഗ ജീവിതമാണ്. എന്ന് വെച്ചാൽ
തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ വർക്ക് ചെയ്യുക, ശനിയും ഞാനും ഫുൾ എൻജോയ് ചെയ്യുക. അപ്പം ഞാൻ ആ ഒരു ടൈപ്പ് ആയിരുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കോഴിക്കോട്, വടകര, നാദാപുരം ആ ഒരു ഭാഗത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു ഗൾഫിലേക്ക് പോകാന്നുള്ളൊരു ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ദുബായിലേക്ക് പോയി. അപ്പോൾ ദുബായിൽ ഞാനൊരു ഹോസ്പിറ്റലിലെ IT മാനേജർ ആയിരുന്നു. അപ്പം പിന്നെ അവിടെയായിരുന്നു പിന്നെ 2013 മുതൽ 18 വരെ 5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. എപ്പോഴാണ് ഈ സംരംഭകനാവണം അല്ലെങ്കിൽ എന്നുള്ളൊരു ചിന്ത? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2018, അത് അന്നപ്പോൾ എനിക്ക് 28 വയസ്സായി. 28 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ വയസ്സാകുമ്പോൾ ഒരു കുറ്റബോധം തോന്നും എന്നുള്ള രീതിയിലാണ് സംരംഭകനാവാൻ തീരുമാനിച്ചത്. പിന്നെ വീണ്ടും പറയുകയാണെങ്കിൽ ലൈഫ് അപ്പം എന്തായിട്ട് സെറ്റിലായിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ കേസ് ഇത് ഫെയിലായി കഴിഞ്ഞാലും എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പ്രൊഫൈൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ലൊരു ജോലിയിലേക്ക് തന്നെ തിരിച്ച് കയറാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു? ഞാൻ വളരെ നേരത്തെ 23-ാം വയസ്സിൽ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. കൂടെ പഠിച്ച? അതെ, എൻ്റെ സെയിം ബാച്ച്മേറ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. NIT തന്നെ. അപ്പം അവൾക്ക് കല്യാണപ്രായപ്പോൾ ഞാൻ കെട്ടിയുള്ളൂ. അവിടുന്ന് പിന്നീട് മെഡ്പോർട്ട് എന്ന അതെ യെസ്, അതായത് ദുബായിൽ ഹോസ്പിറ്റൽ ഫീൽഡിലായിരുന്നല്ലോ ഞാൻ വർക്ക് ചെയ്തത്. അപ്പം ഹോസ്പിറ്റൽ, പിന്നെ അതേപോലെ ദുബായിൻ്റെ ടൂറിസം, അപ്പം അതിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും ബെസ്റ്റ് ചികിത്സ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്നത് ഇന്ത്യയിലാണെന്നുള്ളത്. ഞാൻ ഇന്ത്യയിൽ ഒരുപാട് വിദേശികൾ വരുന്നുണ്ടെന്ന് മനസ്സിലായപ്പം മെഡ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു മെഡിക്കൽ ടൂറിസം കമ്പനിയായിട്ടാണ് ഞാൻ ദുബായ് ഇന്ന് നാട്ടിലേക്ക് വന്നത്. അതായത് ഇന്ത്യയിലേക്ക് ചികിത്സക്ക് വരുന്ന എല്ലാ വിദേശികൾക്ക് എല്ലാ സേവനങ്ങളും എൻഡ് ടു എൻഡ് ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു മോഡലായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗൾഫ് GCC കസ്റ്റമേഴ്സാണ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് ജർമ്മനിയിൽ നിന്നും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ഓസ്ട്രേലിയ, ബംഗ്ലാദേശ് എന്നൊക്കെ ഒത്തിരി ക്ലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മെല്ലെ മെല്ലെ അത് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. സ്റ്റാഫിൻ്റെ എണ്ണൊക്കെ ഡ്രോപ്പ് ചെയ്തു മൊത്തത്തിൽ. അത് ഡ്രോപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് വന്നപ്പോഴാണ് ശരിക്ക് എനിക്ക് മനസ്സിലായത് എന്താണ് ദിസ് ഈസ് ദ എൻഡ്. ഇനി എന്നാ തിരിച്ച് തുടങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തല്ലോ, ഫ്ലൈറ്റ് ഇല്ലാതെ പിന്നെ എന്താ മെഡിക്കൽ ടൂറിസം. അപ്പം അങ്ങനെയാണ് എഡ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എഡ്യൂപോർട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ ഗ്രോ ചെയ്തപ്പം ഇപ്പം മെഡ്പോർട്ടിന് നമ്മളൊരു എഫേർട്ട് കൊടുക്കുന്ന ആ എഫേർട്ടും കൂടെ എഡ്യൂപോർട്ടിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നന്നായ രീതിയിൽ ഗ്രോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ ഡിസൈഡ് ചെയ്തു അതിന് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എക്സിസ്റ്റിംഗ് ക്ലയൻസിൻ്റെ റെഫറൻസുകളൊക്കെ വരുമ്പോൾ നമ്മൾ അന്ന് ആ മേഖലയിൽ പ്രവർത്തിച്ച ബാക്കി ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം 100% അതിലൊരു കണക്ഷനും ഇല്ല. ഓക്കെ, പക്ഷേ പല ബിസിനസ്സുകാരും മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് വിവിധ. പക്ഷേ വീണ്ടും അങ്ങനെ തുടങ്ങാനുള്ള ഒരു അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ബിസിനസ്സസ് റൺ ചെയ്യണമെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ചെയ്യുന്നത് വൃത്തിയിൽ ചെയ്യാന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസം ഇപ്പോൾ ഫുൾ ഓണാണ്. അത് നല്ലൊരു ഭംഗിയിൽ പോകുന്നുണ്ട്. ഓക്കെ, ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ് അജാസ്. ജീവിതം മാറ്റി എന്നുള്ളത് ഒരു പറഞ്ഞു കേൾക്കുന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കാര്യം? ട്യൂഷൻ എടുത്ത് തുടങ്ങുന്ന പെട്ടെന്നാണല്ലോ, കാരണം നേരത്തെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ പഠിച്ചതല്ല, NIT പഠിച്ചതല്ല വരുന്നത്. ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ടീച്ചർ എന്നുള്ള നിലക്ക് ഇത് ശരിക്കും മെഡ്പോർട്ട് വാസ് വെൽ കാൽക്കുലേറ്റഡ്, വെൽ റിസർച്ച് കമ്പനി. ഞാൻ ഒരു 1.5 വർഷം റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഇതിലേക്ക് വന്നത്. പക്ഷേ എഡ്യൂപോർട്ടിൻ്റെ കേസിൽ അതൊരു ആക്സിഡൻ്റലി വന്നൊരു സ്റ്റാർട്ടപ്പാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് നിന്നു മെഡ്പോർട്ട് തൽക്കാലം ക്ലോസ് ഡൗൺ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യില്ലെന്ന് ഞാൻ വീട്ടിലായി. അപ്പം ഒബ്വിയസ്ലി കുടുംബക്കാരുടെയും വീട്ടുകാരുടെയൊക്കെ നല്ല ചീത്തയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ഗൾഫിൽ നല്ല നിലയിലുള്ളതായിരുന്നു, അതൊക്കെ വിട്ടെറിഞ്ഞ് ഇവിടെ വന്നു, ഇപ്പം ഇങ്ങനെ ആയില്ലേ എന്നൊക്കെയുള്ളൊരു മോഡിലായിരുന്നു. ഈവൻ ഞാനും കുറച്ച് ഡൗൺ ആയിരുന്നു. എന്ന് വെച്ചാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് നമ്മുടെ ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ബാക്കി എല്ലാ സ്റ്റേറ്റുകളും എല്ലാ എക്സാമുകളും ക്യാൻസൽ ചെയ്തപ്പം കേരളത്തിൽ മാത്രം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, പരീക്ഷ ക്യാൻസൽ ചെയ്തില്ല, അവർ മാറ്റി വെച്ചു. അതായത് നാളെ മാത്സ് എക്സാം ആണെങ്കിൽ ഇന്നാണ് ലോക്ക്ഡൗൺ വരുന്നത്. അപ്പം അടുത്ത പരീക്ഷ മാത്സ് ആണ് എന്നാണെന്ന് അറിയില്ല. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ അമ്മായിയാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ വന്നിട്ട് മോനെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ മുങ്ങാനൊരു വകുപ്പില്ല. കാരണം എല്ലാവർക്കും അറിയാൻ ഞാനൊരു പണിയില്ലാതെ വീട്ടിലിരിക്കുകയാണ്, നീ വല്ല NIT ഒക്കെ ഒന്ന് മാത്സും ശരിയാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അവനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവനൊരു നല്ല ഉഴപ്പനായിരുന്നു. അപ്പോൾ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു 3 ഫ്രണ്ട്സിനെ കൂടെ കൂട്ടി വന്നു. അപ്പം അവരെല്ലാവരും നമ്മൾ സാധാ ട്യൂഷനൊക്കെ പോലെ തന്നെ ഇങ്ങനെ അടുത്തിരുത്തി പഠിപ്പിച്ചു കൊടുക്കുക. കാരണം പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ നേട്ടങ്ങളൊന്നുമില്ല, ടൈം പാസ്, പിന്നെ മുങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് അങ്ങനെ പഠിപ്പിച്ചു. പിന്നെയാണ് ഈ 3 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്
ഞാൻ പഠിപ്പിക്കുന്നതിൽ എന്തൊക്കെയോ അവർക്ക് നല്ല ബെനിഫിറ്റ് ആവുന്നുണ്ട്. അത് അവരെ പെർഫോമൻസിലും അവരെ ഇൻട്രസ്റ്റിലൊക്കെ എന്തുണ്ട് ഫീൽ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇത് നമുക്ക് നല്ല യൂട്യൂബിൽ ഇട്ടാലോ. കാരണം നമ്മൾ ഈ ടെക് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെയാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്തൊരു ഡിജിറ്റൽ ബോർഡ് പോലത്തെ സംഭവം, ഒരു ഐപാഡ് പോലത്തെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എഴുതിക്കൊണ്ട് ഞങ്ങൾ ഫേസ് ഒന്നും കാണിക്കാതെ, അപ്പം ഇപ്പം നമ്മൾ സംസാരിക്കുന്നില്ല അതേപോലെ എൻ്റെ കസിനെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ച സംഭവമാണ് ഞാൻ നേരെ യൂട്യൂബിലേക്ക് ഇടുന്നത്. ഞങ്ങൾ എഴുതുന്നത് വീഡിയോ ആയിട്ടും ഞങ്ങൾ സംസാരിക്കുന്ന ഓഡിയോ ആയിട്ടും ഒരു ഇൻട്രാക്റ്റീവ് പോലെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളതിൽ പഠിപ്പിക്കുന്നത്. ആൻഡ് അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, കുട്ടികളെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു. അതിൻ്റെ ഒരു റീസൺ ആ തുടക്കകാലത്ത് പിന്നെ ഈ ഓൺലൈൻ ലേണിംഗ് ഒന്നും അങ്ങനെ ആൾ പരിചയപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, സർക്കാരിൻ്റെയും തുടങ്ങിയിട്ടില്ല. ഇല്ല, ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ, അപ്പം SSLC റിസൾട്ട് വന്നു. SSLC റിസൾട്ട് വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് ചെയ്യുമ്പോൾ തന്നെ കുട്ടികൾ ഇങ്ങനെ കമൻറ്റിലെ ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊരു വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്ത് ഡൗട്ടൊക്കെ പറയാം. എനിക്ക് പിന്നെ ഇത് ഇഷ്ടമായി, കുട്ടികളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പം SSLC റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി കുട്ടികളും അതേപോലെ തന്നെ അവരെ പാരൻസൊക്കെ ഇങ്ങനെ വിളിച്ചു, എൻ്റെ മോന് ജീവിതത്തിൽ ഇതുവരെ മാത്സിന് A+ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇത്തവണ മാത്സിന് A+ കിട്ടിയിട്ടുണ്ട്, സാറെ ക്ലാസ് കൊണ്ട് മാത്രമാണ്, സാർ +1 ക്ലാസ് എടുക്കുക, ഞങ്ങൾ ഫീസ് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്ത് ചെയ്തത്, ഇതൊരു ബിസിനസ്സാക്കി മാറ്റാമെന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത്. അങ്ങനെ ഒരു ജൂലൈ 28 തോന്നുന്നുണ്ട് ഞാൻ ഡിസൈഡ് ചെയ്തത് +1 ക്ലാസ് കൊടുക്കാം. അപ്പം എനിക്ക് ഒരു സ്ഥലത്ത് എൻ്റെ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് എന്താണ് അവിടെ വഴുമ്പോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു സംഭവം വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാട്സപ്പ്, ഞാൻ ആ ഡൗട്ടുകൾ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിലൊരു സ്റ്റാറ്റസ് കൊടുക്കുക ചെയ്തത്. പിന്നെ +1 ക്ലാസ്സസ് തുടങ്ങുന്നുണ്ട്, ഫീസ് 12,000 രൂപയാണ് ഒരു വർഷത്തേക്ക്, ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ 12,000, 2 ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ 6,500 2 ഇൻസ്റ്റാൾമെൻറ്റ് 13,000 ആവും പറഞ്ഞിട്ട്. മാത്സ് മാത്രം അല്ല, ഫുൾ സബ്ജക്ട്. അപ്പം ടീച്ചേഴ്സ് ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതുണ്ട്. പിന്നെ നമ്മൾ B.Tech ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും, എന്തും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇതൊരു തവണ, എനിക്കൊരിക്കലും ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല, ഞാൻ നന്നായി പഠിച്ച സംഭവമാണ്, ആരും വന്നില്ല എനിക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ജൂലൈ 28 ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു, ഓഗസ്റ്റ് 3 സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട്. അപ്പം ഓഗസ്റ്റ് 2 എൻ്റെ അക്കൗണ്ടിൽ ഏകദേശം ഒരു 38 ലക്ഷം രൂപ വന്നു. അങ്ങനെയാണ് 5 ദിവസം കൊണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു പവർ എനിക്ക് മനസ്സിലായത്. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ക്യാഷ് പോസിറ്റീവായിട്ട് ഫണ്ടൊന്നും റേസ് ചെയ്യാതെ ഫുള്ള് കുട്ടികളുടെ ഇതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 500-ന്റെ അടുത്ത് സ്റ്റാഫായിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ സോഫാർ പോകുന്നു. 8ാം ക്ലാസ് മുതൽ +2 വരെ ക്ലാസ്സസും എൻട്രൻസ് കോച്ചിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഓഫ്ലൈൻ ക്യാമ്പസുകളുണ്ട്. അതാണ് തുടക്കം. ഇപ്പോൾ എജുപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ശരിക്കും ഞാൻ പലയിടത്തും റിസർച്ച് ചെയ്തു. അപ്പോൾ വലിയ പരസ്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു അംബാസഡർ ഇല്ല. പക്ഷെ കേരളത്തിൽ എനിക്കൊന്ന് വളരെ പ്രസിദ്ധമായിട്ട് അല്ലെങ്കിൽ വളരെ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ട് അറിയപ്പെടുന്നതിനെക്കാളും കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്, ഏറ്റവും നന്നായിട്ട് വരുമാനം വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനമാണ്. എന്തുകൊണ്ട് ഇത്തരം അഡ്വർടൈസ്മെന്റുകളിലേക്കൊന്നും മറ്റൊന്നും ചിന്തിക്കുന്നില്ല? അതായത് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എനിക്കൊരു ഇതുണ്ട്, ഇപ്പം ഒരു പോളിസി എഡ്യൂക്കേഷനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്തിട്ട് ആളെ കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അതിനേക്കാളുപരി നല്ല ക്വാളിറ്റി സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പം ഇതിപ്പോൾ നിങ്ങൾ പറയണ അത്യാവശ്യം നല്ല ആൾക്കാർ പരിചയമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 10ാം ക്ലാസ്സിലെത്തുന്ന ഏതൊരു കുട്ടിക്കും അവൻ്റെ പാരൻറ്റിനും എജുപോർട്ടിനെ കുറിച്ച് അറിയാം. ഓക്കെ, അവൻ്റെ വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ള പാരൻറ്റിനും എജുപോർട്ടിന് പറയാം. പക്ഷെ ഈ പയ്യന് ഒരു B.Techന് പഠിക്കുന്ന ഒരു ചേട്ടനുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ എജുപോർട്ടിനെ കുറിച്ച് അറിയുണ്ടാവില്ല, കേട്ടിട്ടേ ഉണ്ടാവില്ല. അതൊരു ABC ട്യൂഷൻ സെൻറ്റർ പോലെ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, എൻ്റെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സ് ഒക്കെ എനിക്ക് എന്ത് ചെയ്യാറുണ്ട്, അവരെ അനിയനും കസിനൊക്കെ ഞങ്ങളെ വീഡിയോ കണ്ടോ നിൻ്റെതാണോ ഇത് എന്നൊക്കെ ചോദിച്ചിട്ട്, അതുവരെ അവർക്ക് അത് അറിയില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം അത് കുട്ടികൾക്കും പാരൻസിനും അറിയാം. അതേ സ്ഥാനത്ത് പുറത്തുള്ള ഇപ്പം കേരളത്തിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 75% ആൾക്കാർക്കും എജുപോർട്ടിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നമ്മൾ ഈ പരസ്യമൊക്കെ എന്തിനാ ചെയ്യുന്നത്, അൾട്ടിമേറ്റ്ലി റവന്യൂയിലേക്കും കൂടുതൽ അഡ്മിഷൻ കിട്ടണം, അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്വാളിറ്റി ക്ലാസ്സസ് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അഡ്മിഷൻ ഇപ്പം തന്നെ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഞങ്ങൾ കുറച്ച് പരസ്യത്തിലൊക്കെ സ്പെൻഡ് ചെയ്യാന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എല്ലാവരും അറിയണം, അതായത് ആസ് എ ബ്രാൻഡ് എന്ത് ചെയ്യണം, എല്ലാവരും കേരളത്തിൽ മുഴുവൻ ആൾക്കാരെ അറിയണം എന്നൊക്കെ. അപ്പോൾ ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ റിപ്പീറ്റർ ബാച്ചിലേക്ക് ഒരു 2000 കുട്ടികളുടെ അഡ്മിഷൻ ആയിരുന്നു പ്രതീക്ഷ. അപ്പം അത് ആ ഹോർഡിങ്സിൻ്റെ ഡിസ്കഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ 1300ഓളം അഡ്മിഷൻ എന്തായിട്ട് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഹോർഡിങ് കയറുമ്പോഴത്തേക്ക് ആ അഡ്മിഷൻ ഫുള്ളാവുന്നതാണ്.
അപ്പം അത് സംഭവം, അതായത് എനിക്ക് തോന്നുന്നത് നല്ല ക്വാളിറ്റി സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പം കുറേ എക്സാമ്പിൾസ് അങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ സെറോ എടുക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പം ടെസ്ലയിലൊക്കെ ഈ സെയിം സാധനമാണ്. പിന്നെ ബ്രാൻഡ് അംബാസഡറിന്റെ കേസിലും അത് എനിക്ക് തോന്നുന്നില്ല എജ്യൂപോർട്ടിന് ഒരിക്കലും ഒരു ബ്രാൻഡ് അംബാസഡർ ഉണ്ടാവില്ല. കാരണം ഇപ്പം ഇലോൺ മസ്ക് ആണ് ടെസ്ലയുടെ ഫേസ്, ബിൽ ഗേറ്റ്സ് ആണ് മൈക്രോസോഫ്റ്റിന്റെ, സ്റ്റീവ് ജോബ്സ് ആണ് ആപ്പിളിന്റെ. അപ്പം ദ ഫൗണ്ടർ തന്നെ അതിന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ഫിനാൻഷ്യലി നല്ല ലാഭമാണ്, രണ്ടാമത്തെ കാര്യങ്ങളും കൂടുതൽ ട്രസ്റ്റ് വരും. ഇപ്പം മമ്മൂട്ടിയോ മോഹൻലാലോ പറയുന്നതിനേക്കാളും ഇതാണ് ആൾക്കാർക്ക് എന്തുണ്ടോ ട്രസ്റ്റ് വരും. ക്ലാസ് എടുക്കുന്ന ആളാണ്, ഞാനാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയാം. അപ്പം അതാ ഞങ്ങൾ ഓൺ പോളിസിയാണ്. പക്ഷേ പരസ്യത്തിലേക്ക് നമ്മൾ തീരെ വരില്ല എന്നൊന്നുമില്ല. ആവശ്യം വരികയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പരസ്യ കാര്യങ്ങൾ കൊടുക്കും. ഇതുവരെ നമ്മൾ മനഃപൂർവ്വം കൊടുക്കാത്തല്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ്. അജാസ് തന്നെയാണ് ശരിക്കും എജ്യൂപോർട്ടിന്റെ ഫേസ് ആയിട്ട്. ഒരു വീഡിയോ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് സ്വന്തം ഫേസ് കാണിക്കാൻ താല്പര്യമില്ലാത്ത ഒരാള് ഇപ്പൊ ഫെയിമാണ്. ഫെയിം എന്ന് പറഞ്ഞാൽ ശരിക്കും വിദ്യാർത്ഥി ഈ പറയുന്ന പോലെ കേരളത്തിൽ SLCക്ക് പഠിക്കുന്ന ഒരു 4 ലക്ഷം കുട്ടികൾ ഉണ്ടെങ്കിൽ അവരിൽ ഒരു 3,90,000 കുട്ടികൾക്കും അറിയാന്നുള്ളതാണ്. കാരണം അപ്പൊ അവരുടെ ഒരു സെലിബ്രിറ്റി കൂടിയാണ്. അപ്പൊ ഈ ഒരു മാറ്റം ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ശരിക്കും. നേരത്തെ ഒരു ക്യാബിനിൽ വർക്ക് ചെയ്തിരുന്നത് ഒരു സെലിബ്രിറ്റി ഫേസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ? ശരിക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഐ വാസ് എക്സ്ട്രീംലി ബിസി. പിന്നെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഇപ്പം മോളിലൊക്കെ പോവാണെങ്കിലും പാരൻസും കുട്ടികളൊക്കെ വന്ന് കാണുകയൊക്കെ ചെയ്യും. അപ്പം സാധാരണ ഒരു സെലിബ്രിറ്റീനെ പോലെ ഉള്ളതല്ല. അതായത് അവരുടെ ലൈഫിൽ നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരൊരു ഫേമസ് ആളെന്നതിനേക്കാൾ ഉപരി പിന്നെ അവരുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവർ നമ്മളെ വന്നിട്ട് സാറേ ക്ലാസ് കണ്ട് ഒരുപാട് മെച്ചുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴുള്ളൊരു സന്തോഷം എന്ത് ചെയ്യുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ ഇപ്പം ഞാൻ നോക്കണം, മുമ്പൊക്കെ ആകുമ്പോൾ തുടക്കത്തിലേക്ക് ഇപ്പോൾ +1 പഠിക്കുന്ന കുട്ടികൾ ഓടി വന്ന് ഭയങ്കര സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇവർ സയൻസിലൊക്കെ പിള്ളേരായിരിക്കും. അതായത് നമ്മുടെ ക്ലാസ്സിൽ നല്ല മാർക്ക് SSLC കിട്ടി, സയൻസിൽ അഡ്മിഷനൊക്കെ കിട്ടിയിരുന്നു. പിന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം വരുന്നത് പൊതുവേ നമ്മൾ അങ്ങനെ നല്ല മാർക്കൊന്നും കിട്ടാത്ത ആൾക്കാരെ ചൂസ് ചെയ്യുന്ന ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ കുറച്ച് എനിക്ക് ആദ്യം ഒന്ന് വണ്ടർ അടിച്ചു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവർ തോൽക്കുമെന്ന് വിചാരിച്ച് അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ജയിപ്പിച്ചു കൊടുത്തു. ആ ഒരു സ്നേഹമാണ് കിട്ടുന്നത്. അപ്പം അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പം പിന്നെ എൻ്റെ ഉമ്മ ടീച്ചറാണ്. അപ്പം ഉമ്മാൻ്റെ കൂടെ നമ്മൾ എവിടെ പോകുമ്പോഴും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിലൊക്കെ ഒന്നുകിൽ അവിടുത്തെ ഡോക്ടർ അല്ലെങ്കിൽ ഒരു നഴ്സ് എന്താണ് അന്ന് പഠിപ്പിച്ചതായിരുന്നു. അപ്പം എനിക്ക് അതൊക്കെ കാണുമ്പോൾ അത് നല്ലതാണല്ലോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു രീതിയിലേക്ക് തന്നെ എനിക്ക് എത്താൻ പറ്റി. നല്ലൊരു ശരിക്കും ബ്ലഡിലൊരു ടീച്ചർ ഉണ്ട് അപ്പോൾ ഉണ്ടാവാം. യെസ് കറക്റ്റാണ്. അതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങളുടെ ഓരോ വീഡിയോൻ്റെയും അടിയിലുള്ള കമൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്കറിയാം ഓരോ ആളുകളും എത്രത്തോളം പ്രതീക്ഷയോടെയാണ് നോക്കി കാണുന്നത്. അതുപോലെ തന്നെ വളരെ പലരും ഞാൻ അടുത്ത് വായിച്ചൊരു കമൻറ്റിൽ എൻ്റെ കുട്ടിക്ക് 40% താഴെ മാത്സിന് കിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരുന്നുള്ളൂ, പക്ഷേ A+ നേടിയെന്നൊക്കെ. അപ്പോൾ ഭയങ്കര വ്യത്യാസമാണ് വരുന്നത്. കാരണം ഒരു 80% ഉണ്ടായിരുന്ന കുട്ടി A+ നേടുന്നതല്ല. തോൽക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാസ്സാവാനോ സാധ്യതയുള്ള കുട്ടികളാണ് വളരെ വലിയ വ്യത്യാസത്തിൽ. അപ്പോൾ ക്ലാസ്സുകൾ അത്രയും മികച്ച. അതിൽ ശരിക്കും പറഞ്ഞാൽ ക്ലാസ്സിനേക്കാൾ ഉപരി എനിക്ക് അവരെ മൈൻഡ് സെറ്റ് മാറ്റാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്ന കാര്യം. അതായത് ഇങ്ങനൊരു ഇപ്പം ഓൺലൈനിൽ ഇപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാവരെയും നല്ല ക്ലാസ്സാണ്, എന്നെക്കാളും നല്ല ക്ലാസ്സസ് ആയിട്ടുള്ള അധ്യാപകരുണ്ട് എന്ന് തന്നെയാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. പക്ഷേ എൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അതൊരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് ഫസ്റ്റ് ചാൻസിൽ NIT കിട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു മൈൻഡ് സെറ്റ് ചേഞ്ചാണ്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളെടുത്ത് ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റാൻ തന്നെയാണ് ഞാൻ പറയാറുള്ളത്. അത് മാറിയ ഒരുപാട് കുട്ടികൾക്കാണ് ഈ കമൻറ്റ് വരുന്നത്. ഓക്കെ, അല്ലാത്ത കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക 40 കിട്ടേണ്ട പോലെ 50 തന്നെ നമ്മൾ എത്തിച്ചു. പക്ഷേ വളരെ കുറച്ച് ആണെങ്കിൽ കൂടി കുട്ടികൾക്ക് എന്ത് മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് തോൽക്കുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ A+ലേക്കും അതിനുശേഷം +1 +2 നല്ല ഇതിലേക്കും ഫസ്റ്റ് ചാൻസ് തന്നെ IIT എത്തിയ കുട്ടികളുണ്ട്. അവരൊക്കെ ഏതോ ഒരു വീഡിയോ, ഒരു ഗെയിമിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങളുടെ കൂടെ കൂടിയത്. ഗെയിം അഡിക്ഷൻ എങ്ങനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ അന്ന് കണ്ടു. പിന്നെ അവർ നമ്മളെ ഫോളോ ചെയ്തു. IIT എന്നുള്ള സംഭവം ഉണ്ടെന്ന് മനസ്സിലായി, അതിനിങ്ങനെ ഇരുന്ന് പഠിക്കണം എന്ന് മനസ്സിലായി. അങ്ങനെ പഠിച്ചിട്ട് എത്തിയ ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, അത് ഈ വീഡിയോൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ കുറേ ട്രോളുകളുണ്ട്. ശരിക്കും യൂട്യൂബിൽ ആദ്യം അടിച്ചു നോക്കിയിട്ട് അജാസ് എജ്യൂപോർട്ടിൽ അടിച്ച സമയത്ത് ഫസ്റ്റ് വരുന്നത് അജാസ് സാറ് പുറത്താക്കിയെന്നോ അങ്ങനെയൊക്കെ പറയുന്ന കുറെ ട്രോളുകളാണ്. അജാസ് സാറെ പിടിച്ചു സാർ ഗൈസ് എന്നൊക്കെ പറയുന്ന വീഡിയോ, അതുപോലെ തന്നെ അജാസ് സാർ തുണ്ട് വെച്ച കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അങ്ങനത്തെ കുറെ ട്രോളുകളുടെ നമ്മുടെ ശരിക്കും ഒരു സ്ട്രാറ്റജിയാണോ? ട്രോളുകളുടെ സ്ട്രാറ്റജി അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത്
ഇപ്പൊ നിങ്ങളതാണെങ്കിലും നിങ്ങൾ 10ാം ക്ലാസ് ഒക്കെ പഠിപ്പിച്ച ഏറ്റവും നല്ല ടീച്ചർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജോളിയായിട്ട് ഭയങ്കര തമാശയൊക്കെ പറയുന്ന ടീച്ചേഴ്സിനെയാണ് പൊതുവേ കുട്ടികൾക്ക് ഇഷ്ടം. അപ്പം ഞങ്ങളിപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്ന പോലുമില്ല. അപ്പം ഞാൻ ബേസിക്കലി കുറച്ച് തമാശയൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷെ ഞാൻ ബോധപൂർവമായിട്ട് തന്നെ എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ്സുകളിൽ തമാശ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രിപ്പയർ ചെയ്യാറുണ്ട് ഇവിടെ എന്ത് സ്ലൈഡിൽ എന്ത് പറയണം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. പിന്നെ അത് സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങ് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ കമൻറ്റുകളൊക്കെ, ഇപ്പം ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ട്രോളായിട്ടൊക്കെ വന്ന് മില്യൺ വ്യൂ ഒക്കെ അടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ലൈവിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പൊ അങ്ങനെ ഒത്തിരി സംഭവമാണ്. അതായത് ബേസിക്കലി ക്ലാസ്സസ് എന്റർടൈൻ ആക്കാൻ നോക്കുന്നതാണ്. ചില കുട്ടികൾ അത് കട്ട് ചെയ്ത് എടുത്തിടും, ചിലത് വൈറലാവും, അങ്ങനെ തന്നെ. അതുപോലെ തന്നെ വേറൊരു പേരും കൂടി പ്രഡിക്ഷൻ കിങ് എന്നൊക്കെ. അതായത് അജാസ് സാറ് ഒരു കാര്യം പറഞ്ഞു, ഒരു എക്സാമിൽ ഇന്നത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും എന്നുള്ള ഒരു തോട്ട് കുട്ടിയൊക്കെ ഉണ്ട്. അത് ശരിയാണ്. എന്റെ കഴിവൊന്നുമല്ല. നിങ്ങളിപ്പോ എന്താ കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പാറ്റേൺ എന്തുണ്ട് നമ്മളെ എക്സാംസിലുണ്ട്. അപ്പൊ അത് ഞാൻ അതേപോലെ തന്നെ പറയുന്നു എന്ന് മാത്രമാണ്. പിന്നെ എനിക്കതൊരു ധൈര്യമുണ്ട് അതങ്ങോട്ട് പറയാം. ഞാൻ 1ാമത്തെ ചോദ്യം ഇത് വരും, 2ാമത്തെ ഇതായിരിക്കും, 3ാമത്തെ വരക്കാനുള്ള ചിത്രത്തിന്റെ റേഡിയസ് ഇത്രയായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് അതേപടി വന്നിട്ടുണ്ട്. അപ്പൊ ആളെയാ പോയി എന്നൊക്കെ ചിലത് വാളാറുണ്ട്, പക്ഷെ ആൾക്കാരെപ്പോഴും ശ്രദ്ധിക്കുക ഇതായിട്ടുണ്ട്. അപ്പൊ അതൊരിക്കലും ശരിക്കും പറഞ്ഞാൽ നമ്മളെ എക്സാം പാറ്റേണിന്റെ ഒരു കുഴപ്പമായിട്ട് വേണേ നമുക്ക് പറയട്ടെ. ഒരാൾ പരീക്ഷയുടെ തലേന്ന് വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ ഇട്ടിട്ട് ഇത് ഇതാ വരിക എന്ന് പറയുന്നത് അത്ര നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അതാണ് അതിന്റെ റിയാലിറ്റി. എഫേർട്ട് എടുക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് ജസ്റ്റ് അതിനെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പാഠം സ്കൂളുകളിൽ നിന്ന് കൃത്യമായിട്ട് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്, കൃത്യം എന്നുള്ള വാക്കവിടെ നിൽക്കട്ടെ എങ്കിൽ കൂടി അത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു കുട്ടിക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ തേടേണ്ടി വരുന്നുണ്ട് അത് കൃത്യമായി മനസ്സിലാവാൻ. എവിടെയാണ് ശരിക്കും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് പഴച്ചു പോകുന്നത് മനസ്സിലാക്കി? അത് ആ സിസ്റ്റം ഫണ്ടമെന്റലി ആ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട്. അതായത് ഒരിക്കലും ഒരു അധ്യാപകന് 60 കുട്ടികളെയും ഒരേപോലെ കാറ്റർ ചെയ്യാൻ പറ്റില്ല. ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാറ് പറയുന്ന ഉടനെ തന്നെ അത് മനസ്സിലാവും. അവനെ നമ്മൾ പുലി ബുജി എന്നൊക്കെ വിളിക്കും. വേറൊരു കുട്ടി ഒരു ആവറേജ് കുട്ടിയായിരിക്കും, അവനൊന്നും കൂടെ ആലോചിച്ചാലേ മനസ്സിലാവും. വേറെ കുറച്ച് ഒരു ബിലോ ആവറേജ്, അവനും ചിലപ്പോൾ 2-3 തവണ കേൾക്കേണ്ടി വരും. അപ്പം ഇപ്പം എന്നോട് തന്നെ ഒത്തിരി ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നത് ക്ലാസ്സിലെ കുറേ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ കെയർ ചെയ്യാൻ പറ്റൂല. അവർക്ക് കെയർ കൊടുത്താൽ നാളെ ആ സെയിം കുട്ടിയുടെ പാരന്റ് തന്നെ വന്നിട്ട് ചീത്ത പറയും, നിങ്ങളെ പോഷൻ തീർന്നില്ല, ഇത് ഡിസംബർ ആയാലും ഇതുവരെ തീർന്നില്ലല്ലോ, അപ്പുറത്തെ സ്കൂൾ തീർന്നു എന്നുള്ളത്. അപ്പം ആ ബേസിക്, അതായത് എഡ്യൂക്കേഷൻ ഹാസ് ടു ബി 1-on-1 ആണ്. അത് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ ഇപ്പോൾ ഒരു കുട്ടി, ഏതൊരു കുട്ടീനെയും എൻ്റെ അടുത്ത് തന്നിട്ട് ഒറ്റയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ ഫുൾ മാർക്ക് കിട്ടും. അത് നമ്മൾ കേരളത്തിലെ ഏത് അധ്യാപകരെ എടുത്ത് കൊടുത്താലും അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 60 കുട്ടികളെ കിട്ടുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശ്നങ്ങൾ വരുന്നത്. അവർക്ക് രണ്ടാമത്, അതായത് ഒരിക്കലും സ്കൂളിൻ്റെ ഫ്ലോ അല്ലത്. അതായത് ഇപ്പം ഒരുപാട് കുട്ടികൾ പറയും, പിന്നെ ഇപ്പം നമ്മളെ ഇപ്പം ഉണ്ടല്ലോ ഒരു ക്രോസും ടിക്ക് കൂടുന്ന പരിപാടി. അപ്പോൾ സ്കൂൾ ക്രോസ് എഡ്യൂപോർട്ട് ടിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി ആണ്, സ്കൂൾ പഠിപ്പിച്ചതിൻ്റെ ഒരു ഫൗണ്ടേഷൻ്റെ മുകളിലാണ് നമ്മളൊന്നും കൂടി പഠിപ്പിക്കുന്നത്. ഇനി നാളെ ഞങ്ങളെ ക്ലാസ്സും കഴിഞ്ഞ് വേറൊരാൾ വീണ്ടും ഒന്നും കൂടി പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് കൂടുതൽ മനസ്സിലാവും. മൾട്ടിപ്പിൾ ടൈംസ് കേൾക്കുമ്പോഴുള്ളൊരു ഈ ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പോൾ ഒരിക്കലും അധ്യാപകരോ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവരവരെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് 1-on-1 ആയാലും മാത്രമേ എല്ലാ കുട്ടികളെയും നല്ല നിലയിലേക്ക് എത്തി. ഞങ്ങൾ അതിലേക്കാണ് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പിന്നെ ഒരിക്കലും ഹ്യൂമൻ വൈസ് 1-on-1 ആക്കാനാവില്ല. ഒന്ന്, അത് പ്രാക്ടിക്കലല്ല. അത്രയും നല്ല ടീച്ചേഴ്സ് നമുക്ക് കിട്ടൂല. 4 ലക്ഷം കുട്ടികൾ വേണമെങ്കിൽ ചിലപ്പോൾ 1 ലക്ഷം ടീച്ചേഴ്സ് വേണ്ടി വരും. പ്രാക്ടിക്കലല്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ അത് ഫിനാൻഷ്യലി വയബിൾ അല്ല. പക്ഷെ നമ്മളത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് സംഭവം എല്ലാ കുട്ടികളും പഠിക്കുന്നത് ഒരേ സംഭവം തന്നെയായിരിക്കും, മാത്സിൽ 1ാമത്തെ പാഠം തന്നെയായിരിക്കും. പക്ഷേ മിടുക്കരായ വിദ്യാർത്ഥി പഠിക്കുന്നു, ഒരു ബിലോ ആവറേജ് കുട്ടി പഠിക്കുന്നു, കണ്ടന്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ബിലോ ആവറേജിനെ മനസ്സിലാക്കി പഠിപ്പിക്കാൻ അൾട്ടിമേറ്റ്ലി എഫേർട്ട് എടുക്കുന്ന എല്ലാവർക്കും ഒരേ പോയിന്റിൽ തന്നെ എത്താൻ പറ്റും എന്നുള്ളൊരു അഡാപ്റ്റ് എന്നുള്ളൊരു ടെക്നോളജിനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ പറയുന്ന ചോദ്യത്തിൻ്റെ അതൊരിക്കലും അധ്യാപകരുടെ പ്രശ്നമല്ല, സ്കൂളിൻ്റെ പ്രശ്നമല്ല, സിസ്റ്റത്തിൻ്റെ പ്രോബ്ലമാണ്. ഓക്കെ, ഇപ്പോൾ ഓൺലൈനിൽ എഡ്യൂപോർട്ട് വഴിയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ പുതിയതായി ജോയിൻ ചെയ്യും. അപ്പോൾ അയാളുടെ പിന്നെ അനാലിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അയാളുടെ പഠനം നിലവാരം അളക്കാൻ എന്താ ചെയ്യുന്നത് ശരിക്കും? ഞങ്ങൾ പിന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കഴിഞ്ഞ വർഷം വരെ
എഡ്യൂപോർട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പം ഒരു ട്യൂഷൻ സെൻറ്റർ സ്കൂളൊക്കെയാണ് ചിലപ്പോൾ ഒരു മാത്സിൻ്റെ അടിപൊളി സാറായിരിക്കും, ഫിസിക്സ് ഒരു ഓക്കെ സാറേ, ബയോളജി അത്ര പോരെ. പക്ഷെ നമ്മളത് എല്ലാ ടീച്ചേഴ്സ് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, നല്ല അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ക്ലാസ്. അതാണ് ഞങ്ങളുടെ ഇത്രയും കാലത്തൊരു വിജയം. അതിൽ വളരെ കുറച്ചാണ് നമ്മൾ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം മുതൽ കുട്ടിയുടെ ഓരോ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്നിട്ട് അവരുടെ മാർക്കുകൾ പുരോഗതി നോക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം +1 ഒന്നാമത്തെ പാഠത്തിൽ ഈ ചോദ്യം ചെയ്ത് തെറ്റിച്ച കുട്ടി പിന്നെ എവിടെ എത്തിയിട്ടുണ്ട്, ശരിയാക്കിയ കുട്ടി എവിടെ എത്തുന്നുണ്ട് എന്നൊക്കെ. അപ്പം ആ പാറ്റേൺ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നത് 2-3 വർഷം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും കുട്ടികളുടെ ഈ ചോദ്യം ഇത്ര സമയം കൊണ്ട് ചെയ്താണ്, ആ മുൻ ഡാറ്റയായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിനക്ക് ഇവിടം വരെ എത്താം, കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നിന്നെ പോലെ ഇങ്ങനെ നോക്കിയൊരു പയ്യൻ IIT എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ശരിക്കും കറക്റ്റ്, യെസ്, കൃത്യമായിട്ട് ടെക്നോളജി എനാബിൾഡ് ആയിട്ട് നടക്കുന്നത്. ആൻഡ് ഇതൊക്കെ എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ അല്ലെ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു മെന്റർ എന്നുള്ളൊരു ഹ്യൂമൻ ഇന്ററാക്ഷൻ. അതായത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എഡ്യൂക്കേഷൻ ക്യാൻ ബി കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മനുഷ്യൻ്റെ ആവശ്യം ഉണ്ട് കുട്ടികളുമായിട്ട് സംസാരം. അതിന് നമ്മൾ മെൻറ്റേഴ്സ് എന്നുള്ളൊരു സിസ്റ്റം ഒക്കെ അതിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങൾ നേരിട്ട് അവർ നേരിട്ട് സംസാരിക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുട്ടീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ മെൻറ്റേഴ്സ് സംസാരിക്കും. അതാണ് ഇനി വരാൻ പോകുന്നത്. അല്ല, അത് ഓൾറെഡി ഉണ്ട് നമുക്ക്. പക്ഷേ ഈ 1-on-1 ഒരു മാറ്റം ഈ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ അടിപൊളി ക്ലാസ്സസ് ചെറിയ പൈസ കൊടുക്കുക. എഡ്യൂപോർട്ടിന്റെ ഒരു ലോഗോ തന്നെ അതാണ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ അഫോർഡബിൾ പ്രൈസിൽ കൊടുക്കാൻ. എന്തായിരുന്നു അങ്ങനെ ഒരു തീമിലേക്ക് എത്താൻ, മോട്ടോയിലേക്ക് എത്താൻ? ശരിക്ക് നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലേ, അത് എനിക്കും അറിയാവുന്ന കാര്യമാണ്. എഡ്യൂക്കേഷനാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്. ആൻഡ് അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ആവണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അതെപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. നമ്മളിപ്പം ശരിക്കും ഒരു കേരളത്തിലെ കമ്പനിയോ ഇന്ത്യയിലെ കമ്പനിയോ ആവണമെന്നല്ല നമ്മളെ ആഗ്രഹം. നമ്മളെ ഡ്രീം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണോ ഗൂഗിളും ഫേസ്ബുക്കും ആപ്പിളൊക്കെ ചെയ്തത് അതുപോലെ ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു എഡ്ടെക് പ്ലാറ്റ്ഫോമായി മാറണം തന്നെയാണ്. അപ്പം അതെപ്പോഴും ആ ഒരു അഫോർഡബിലിറ്റി ഇൻക്ലൂസീവ് ആവണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ആർ മേക്കിംഗ് പ്രോഫിറ്റ്. ഇതൊരു സാമൂഹ്യ സേവനം എന്നൊക്കെ നമുക്ക് ഇതോടെ പറയാമെങ്കിൽ കൂടി ഞങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു കൊള്ള ലാഭം എന്നല്ലേ, വൻ ഇതിലേക്കൊന്നും പോകണമെന്നില്ല. ഇനഫ് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ തന്നെ പോകാനാണ് പ്ലാൻ. അതിൽ ഞങ്ങൾ ഈ മാർക്കറ്റിംഗ് ഇല്ലായ്മ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് ഇല്ലായ്മ അതായത് കാരണം പൈസ സ്പെൻഡ് ചെയ്യുന്നില്ല മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇപ്പോൾ ഒരു വലിയ എമൗണ്ടിലേക്ക് നെറ്റ്വർത്ത് എത്തിയിട്ടുണ്ടോ? പേഴ്സണൽ നെറ്റ്വർത്ത് ഒന്നും എത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അന്ന് ദുബായിലെടുത്ത സാലറി പോലും ഇപ്പം ഞാൻ എടുക്കുന്നൊന്നുമില്ല. പക്ഷേ കമ്പനിയുടെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ അത്ര ഒരു റിച്ച് ലൈഫ് എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനല്ല. എനിക്ക് സാധാ രീതിയിൽ ജീവിക്കുന്നതാണ് ഇഷ്ടം. അതെ, ബാംഗ്ലൂരിൽ വേണ്ടെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ വൈബല്ല അത്. ഓക്കെ. കുട്ടികൾക്ക് മോട്ടിവേഷൻസ് ആയിട്ട് പറഞ്ഞാലോ പലപ്പോഴും കൊടുക്കാറുണ്ടെന്ന്. അത് കുട്ടികളെ എന്തായാലും മോട്ടിവേഷൻ ഈ പറയുന്ന പോലെ ബ്രേക്കിൽ വരുന്ന കുട്ടികളെയൊക്കെ ഉപകാരപ്പെടും. എന്താണ് അതിന് ഫോളോ ചെയ്യുന്ന എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ട് കുട്ടികളുടെ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിട്ട് ചെയ്യാം? അല്ല, അത് ഞങ്ങളെ യൂട്യൂബ് ചാനലിലെ കമന്റുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് നോക്കാറുണ്ട്. അപ്പൊ കമന്റിലൊക്കെ കുട്ടികൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കോമൺ തീം വരുമ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളത് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ്. എന്താണ് ആ വരുന്നതിനനുസരിച്ച് കുട്ടികൾ അടുത്ത വീഡിയോ ചെയ്യുമെന്നൊക്കെ നോക്കുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. വല്ലാതെ വേറെ ഇന്നൊരു മോട്ടിവേഷൻ ചെയ്യാൻ പറഞ്ഞ് കുറച്ച് വീഡിയോസ് ആണ്, അങ്ങനത്തെ പരിപാടികളില്ല. പിന്നെ എനിക്കെപ്പോഴും ഇഷ്ടമുള്ള കാര്യമായിരുന്നു, ഞാൻ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റീവ് ജോബ്സ്, ബിൽ ഗേറ്റ്സ്, ഇലോൺ, അവരൊക്കെ ജീവചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പം അതൊക്കെ ഞാൻ എൻ്റെ മോട്ടിവേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഓക്കെ. ശരിക്കും വിദ്യാഭ്യാസം എന്നുള്ളതിനെ എങ്ങനെയാണ് ശരിക്കും നിർവചിക്കുന്നത്? സിമ്പിളായിട്ട് നിർവചിക്കുകയാണെങ്കിൽ, അതായത് ഇതിനു മുമ്പ് ഒരു പരിപാടിയിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അൾട്ടിമേറ്റ്ലി നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൂളായിട്ടാണ് വിദ്യാഭ്യാസത്തെ ഞാൻ എൻ്റെ ഒരു പോയിന്റ് മെയിൻ എജൻഡ. പിന്നെ അതിന് കുറേ സോഷ്യൽ സ്കില്ല്, കുറേ ഡെഫിനേഷൻസ് ഒക്കെ ഉണ്ട്. അന്ന് ഒരു ആൾ സദസ്സ് എന്ന് പറഞ്ഞു വെറും ജോലിയിലേ മാത്രമാണ് വിദ്യാഭ്യാസം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സംഭവം ശരിയാണ്. പക്ഷെ നല്ല ജോലി, നല്ല ലൈഫിലേക്കുള്ള ടൂളായിട്ടാണ് വിദ്യാഭ്യാസത്തെ ഞാൻ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ കൂടെ വരുമായിരിക്കും. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതാണ്. നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് നമ്മൾ സ്കൂൾ കാലത്ത് എത്താൻ പറ്റിയാൽ ലൈഫിൽ രക്ഷപ്പെടും. ബാക്കി പറയുന്ന പോലെ വിദ്യാഭ്യാസത്തിന് ഗുണമായിട്ടുള്ള കൾച്ചറും ബാക്കി എല്ലാം അതിൻ്റെ കൂടെ വന്നോളും. അത് ആസ് ഇറ്റ് ഈസ് വരും. ആൻഡ് അതിൽ എനിക്ക് പ്രത്യേകം അത് ഓൾറെഡി ഇറ്റ്സ് എ പെർഫെക്റ്റ് തിങ്. ഓൾറെഡി എന്താണ് ആ സംഭവങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. എന്നിട്ട് ബെറ്റർ
ജോലി, ബെറ്റർ ഓൺടർപ്രണേഴ്സിനൊക്കെ സൃഷ്ടിക്കാം. എനിക്ക് ഉറപ്പാണ്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചൊക്കെ ഇപ്പം എന്നെക്കാളും ഇപ്പം എന്താ ഇലോൺ മസ്കിനെ കുറിച്ചും സ്റ്റീവ് ജോബ്സിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരുപാട് കുട്ടികൾ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ആ സ്പാർക്ക് ഞാനായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പാണ് അവരൊക്കെ എന്താണ് ഭാവിയിലെ വലിയ വലിയ ഓൺടർപ്രണേഴ്സ് ഒക്കെ ആയിട്ട് മാറുകയും ചെയ്യും. ഇപ്പം നിലവിൽ 8ാം ക്ലാസ് മുതലാണ് കൊടുത്തു തുടങ്ങുന്നത്. 8, 9, 10 8, 9, 10 ട്യൂഷൻ ഉണ്ട്. ഈ വർഷം മുതൽ നമ്മൾ അവർക്ക് ഫൗണ്ടേഷൻ, നീറ്റ് ജെയുടെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. +1, +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ട്യൂഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ സയൻസിലെ കുട്ടികൾക്ക് എൻട്രൻസ്, നീറ്റ് ജെ എൻട്രൻസ് കോച്ചിങ് ഉണ്ട്. പിന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1ലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ CUET ഉണ്ട്. CUET ഉണ്ട്. അതേപോലെ തന്നെ റിപ്പീറ്റേഴ്സിൻ്റെ ക്യാമ്പസും ഉണ്ട്. +2 വേണ്ടി +2 കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം നീറ്റ് ജെയ്ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ. ശരിക്കും നിങ്ങൾ പറയുകയാണെങ്കിൽ ഏത് സമയം മുതൽ എജുപോർട്ടിൻ്റെ കൂടെ കൂടണം എന്നാണ് ഒരു വിദ്യാർത്ഥി? ശരിക്ക് 10ാം ക്ലാസ് മുതൽ കൂടെ മതി. 8ലൊന്നും പഠിക്കണമെന്നില്ല തന്നെ ഇപ്പോഴും എൻ്റെ ഒരു അത് ആ മൈൻഡ് സെറ്റ് മാറ്റമൊക്കെ അവർക്ക് ഒരു വർഷം കൊണ്ട് കിട്ടും. 10ാം ക്ലാസ്സിൽ കൂടിയാൽ തന്നെ 10ാം ക്ലാസ്സിലാണല്ലോ ബോർഡ് എക്സാമും നല്ല മാർക്കുകൾ. 8ാം ക്ലാസ്സും ഇപ്പം എന്തുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ 1ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം 1ാം ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യട്ടെ, കുട്ടികൾ പഠിക്കട്ടെ. ഇപ്പം ഞാൻ ഇത്രയും പിന്നെ കുട്ടികളെ പഠിപ്പിക്കുക വെച്ചിട്ടുണ്ട്. എൻ്റെ മോക്ക് കഴിഞ്ഞ ഹിന്ദിയുടെ പരീക്ഷയ്ക്ക് 50ൽ അര മാർക്കാണ്. ഓക്കെ. അപ്പം ഞാൻ ഹിന്ദി, അവളെ ചോദിക്കും ഹിന്ദി ഇപ്പം എന്തിനാ പഠിക്കുന്നത്, നിങ്ങൾ ഹിന്ദി പഠിച്ചില്ല? എന്നോട് ചോദിക്കും ഉപ്പ പഠിച്ചില്ലേ? അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്തേ ഉപകാരമുണ്ട്? എല്ലാം ഒരു ഉപകാരമില്ല. എനിക്ക് വേണ്ട. ഒരു സ്റ്റേജ് എത്തുമ്പോൾ അവരങ്ങ് പഠിച്ചോളും എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. പക്ഷേ ബാക്കി സബ്ജക്റ്റിൽ നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 10ൽ കൂടിയാൽ മതി ശരിക്ക്. ഇനിയിപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ 8th മുതൽ നീറ്റ് ജെയൊക്കെ നോക്കണമെങ്കിൽ ഇത് മതി. ശരി. ഇതിനിടയ്ക്ക് ഒരു ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയുണ്ട് ഫാമിലി ലൈഫൊക്കെ? ഇതിനിടയ്ക്ക് ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നന്നായിട്ട്, പിന്നെ മക്കളാണ് എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും, വൈഫാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാം കൂടി നമുക്ക് കിട്ടല. അത് നമ്മളിപ്പോൾ അങ്ങനെ ഒരു വലിയ ഓൺടർപ്രണർ ആവണം, ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടാവും. വി നീഡ് ടു കോംപ്രമൈസ് ഇറ്റ്. നമ്മളിപ്പോൾ എല്ലാം കൂടെ നടക്കുമെന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ആൻഡ് ലോകത്തെ മാറ്റി മറിച്ച പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്നിലേക്ക് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും. ഞാനിത് വൈഫിനോട് വളരെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കളോട് ഞാൻ എന്നാലും ഞാൻ സ്റ്റിൽ എ ബെറ്റർ ഫാദർ തന്നെയാണിട്ടാണ് ഞാനിപ്പോഴും കരുതുന്നത്. കാരണം ബാക്കി പാരൻസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കളയുന്ന സമയം ഞാൻ വർക്ക് ചെയ്യുന്നത് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും അധികം ആക്റ്റീവ് അല്ല. ഓക്കെ. ഇപ്പോൾ ഓൺലൈൻ്റെ അപ്പുറത്തേക്ക് ഓഫ്ലൈൻ ക്യാമ്പസും കൂടി ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ് അത്? മലപ്പുറത്ത് ഇങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, കോട്ടക്കലിനൊക്കെ അടുത്തായിട്ട് വരും. റെസിഡൻഷ്യൽ ആണോ? അതായത് ഞങ്ങളൊരു പോളിസി, ഒന്നുകിൽ നിങ്ങൾ ഓൺലൈൻ പഠിക്കുക, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ. ഞായറാഴ്ചകളിൽ വരിക, അല്ലെങ്കിൽ രാവിലെ വന്നിട്ട് സ്കൂളിന് മുന്നേ വന്ന് പോകുക, അതൊന്നും എഫക്റ്റീവ് ആവില്ല എന്നുള്ളത്. അതിൽ നല്ലത് ഓൺലൈനാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താമസിച്ച് പഠിക്കുക. അവിടെ നിങ്ങൾ മുഴുവൻ സ്റ്റഡി എൻവയോൺമെൻറ്റ് അടക്കം ഞങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അവിടെ ശരിക്കും ട്യൂഷൻ അല്ല, ഫുൾ എൻട്രൻസ് കോച്ചിങ്. അതായത് ഇപ്പം ഞങ്ങൾക്ക് +1 ഇൻ്റഗ്രേറ്റഡ് സ്കൂളുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്കൂള് അവർ രജിസ്റ്റർ ചെയ്ത് സ്റ്റേറ്റ് സിലബസ് ആയിട്ട് തന്നെ പരീക്ഷ എഴുതാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഡേ 1 മുതൽ എൻട്രൻസ് കോച്ചിങ് ആണ് അവർ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നാണ് എന്ത് ചെയ്ത് ഇത്തവണ ഏകദേശം 30ഓളം കുട്ടികൾക്ക് ഈ ജനുവരിയിലെ JEE phase 1 തന്നെ നല്ല റിസൾട്ട് അവർ NIT ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ +2ൻ്റെ കൂടെ തന്നെയാണ്. ഇപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ശരിക്കും? ഞങ്ങൾക്ക് ഒരു 500ഓളം കുട്ടികളാണ് ഓഫ്ലൈൻ ആയിട്ടുള്ളത്. ഓൺലൈനിലാണെങ്കിൽ പറയുകയാണെങ്കിൽ ഓൺലൈനിൽ 50,000-ന് മുകളിൽ കുട്ടികൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തവർ അത്രയുണ്ട്. അല്ലാതെ പെയ്ഡ് സ്റ്റുഡൻസ് അത്രയുണ്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇയറിലുള്ളൊരു, ഇപ്പം മുഴുവൻ കുട്ടികളും ഞങ്ങളതാണെന്നൊന്നും പറയുന്നൊന്നുമില്ല, എന്നാലും ഒരു ഇയറുള്ളത് 25-30% കുട്ടികൾ എന്തായാലും എജുപോർട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഈ എക്സാമിന്റെ കുറച്ചൊരു 20 ദിവസം മുമ്പൊക്കെ തുടങ്ങുന്ന ക്ലാസ്സസ്. അതിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എക്സാമിന്റെ നന്നായിട്ട് ആൾക്കാർ. അതെ. ഓക്കെ. ഇനി എങ്ങനെയാണ് അടുത്ത ഫ്യൂച്ചർ പരിപാടികളൊക്കെ എന്തൊക്കെയാണ്? വേറെ ഫ്യൂച്ചർ പരിപാടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെക്നോളജി എനാബിൾ ചെയ്തിട്ട് കുട്ടികളുടെ ലൈഫിൽ
ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. നമ്മളിപ്പോൾ ഈ ഒരു എക്സാമിന് തൊട്ട് മുന്നത്തെ സമയത്തൊക്കെ ഞങ്ങൾ റാപ്പിഡ് റിവിഷൻ ബാച്ച് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കുട്ടികൾക്ക്. അതായത് ഇന്നേ വരെ പഠിക്കാത്ത പല കൺസെപ്റ്റുകളും കുട്ടികൾക്ക് മനസ്സിലായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പം അതൊന്നും കൂടെ എന്ത് ചെയ്യും, ഞങ്ങൾ ഈ വർഷം ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കും ആ വിശ്വാസം. അതിനുശേഷം ഞങ്ങൾ ബാക്കി സ്റ്റേറ്റുകളിലേക്ക് പോകും. നമ്മൾ ഓൾറെഡി എവിടെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. കേരളത്തിൽ വെച്ചിട്ട് യെസ് ഇതാണ് ദ പെർഫെക്റ്റ് സിസ്റ്റം ഫോർ ലേണിംഗ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കി സ്റ്റേറ്റുകളിലേക്ക് പോകും. അതേപോലെ തന്നെ ബാക്കി രാജ്യങ്ങളിലേക്കും നമ്മൾ പോകാനാണ് പ്ലാൻ. ഈ ബാക്കി സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ അവിടെ CBSE അല്ലെങ്കിൽ NCERT ആണോ അതോ അവിടുത്തെ സ്റ്റേറ്റ് സിലബസ്? ഡിപ്പെൻഡ് ചെയ്യും. അതായത് CBSE ആണെങ്കിൽ ഒരു പാൻ ഇന്ത്യ ലെവലിൽ കിട്ടും, സ്റ്റേറ്റ് സിലബസുകളൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആവാൻ തന്നെയാണ് താല്പര്യം. ഒരു ടെക്നോളജി എനാബിൾഡ് ആവണം, ടെക് ഫസ്റ്റ് കമ്പനി ആവണമെന്നാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഔട്ട് ഓഫ് ഫോക്കസ് ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ കൂടി സ്റ്റാർട്ടപ്പുകളാണ് എല്ലാവരും. ഇതിനെ ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ എങ്ങനെ ചെയ്യുന്നുണ്ട്? അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് അങ്ങനെ അല്ല. അതായത് ശരിക്കും എല്ലാം തുടങ്ങുന്നത് സ്റ്റാർട്ടപ്പ് എന്നാണ്, ഏത് കമ്പനി ആണെങ്കിലും. പിന്നെ ഈ ടെക്നോളജി എനാബിൾഡിനാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ഒരാൾ പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലും അയാളെ സംബന്ധിച്ച് അതൊരു സ്റ്റാർട്ടപ്പ് തന്നെയാണ്. പക്ഷേ വേഗം സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന കമ്പനികൾക്കാണ് ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള പേരൊക്കെ. അപ്പം നമ്മൾ ആ സ്റ്റേജ് ജസ്റ്റ് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു 5 years വരെ ആ സ്റ്റാർട്ടപ്പ് എന്നുള്ള ലേബലിൽ തന്നെ പോകണമെന്നാണ്. പിന്നെ ഓൾറെഡി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണിത്. ഓക്കെ, ഇത് തുടങ്ങുന്നത് ഒരു 1% കമ്പനി ആയിട്ടായിരുന്നു, സിംഗിൾ ഓണർഷിപ്പ് ഞാൻ. പക്ഷേ എൻ്റെ പാർട്ട്നേഴ്സ് ഞാൻ വെർബലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു വിൽ ഗെറ്റ് ദിസ് സ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് മാറ്റി. ആൻഡ് ആ ലീഗൽ സൈഡ് എനിക്ക് കൂടുതൽ അറിയില്ല, പക്ഷേ ഒരു ഗ്ലോബൽ കമ്പനി ആവണം എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു ഡ്രീം. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, ശരി.